ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുയേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ പരിഹാസവും വിമർശനങ്ങളും ഭയന്ന് നമ്മുടെ മൂല്യങ്ങളെയും വിശ്വാസത്തെയും തുറന്നു പറയാൻ മടിച്ച് നമ്മൾ പിന്നോട്ട് മാറി നിൽക്കാറില്ലേ? ആളുകളുടെ പ്രീതി നേടാൻ വേണ്ടി നമ്മുടെ ഉള്ളിലെ ശരികളെ മറച്ചു വെച്ച് ഒരു വ്യാജ ജീവിതം നയിക്കാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരാകാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ലോകത്തിന് മുമ്പിൽ ഭയന്നു നിൽക്കാതെ നമ്മുടെ സത്യത്തെയും ദൈവിക മൂല്യങ്ങളെയും ഭയമില്ലാതെ തുറന്നു പറയാൻ നമ്മെ ശക്തരാക്കുന്ന ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ മത്തായി 10:32-33. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. യേശുക്രിസ്തു തൻ്റെ 12 അപ്പോസ്തലന്മാരെ സുവിശേഷ വേലയ്ക്കായി അയക്കുമ്പോൾ നൽകുന്ന ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പാണ്. ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലരിൽ നിന്നും എതിർപ്പുകളും പരിഹാസങ്ങളും നേരിടേണ്ടി വരുമെന്ന് കർത്താവിന് കൃത്യമായി അറിയാമായിരുന്നു. ആ സമയത്ത് ഭയം കാരണം വിശ്വസ്തത മറച്ചു വയ്ക്കാതെ മനുഷ്യരുടെ മുമ്പിൽ ധൈര്യത്തോടെ സത്യം പ്രഖ്യാപിക്കുന്നവന് മാത്രമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ സ്ഥാനമുണ്ടാകൂ എന്ന് വ്യക്തമാക്കാനാണ് കർത്താവ് ഈ വചനങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. ഇത് നമ്മെ പഠിപ്പിക്കുന്നു, ഭയമില്ലാതെ സത്യത്തിൻ്റെ പക്ഷത്ത് നിലനിൽക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന്. യേശുവിനെ ഏറ്റുപറയുക എന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മൾ മുറിക്കുള്ളിൽ മാത്രം വിശ്വസ്തനായിരുന്നത് കണ്ട കാര്യമായില്ല. യേശുവിനെ ഏറ്റുപറയുക എന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ സ്നേഹത്തിലൂടെ, നമ്മുടെ സത്യസന്ധതയിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ സാക്ഷ്യം. നമ്മുടെ ജീവിതം യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അതാണ് ഏറ്റവും ശക്തമായ പ്രസംഗം. വിശ്വാസത്തിന് ധൈര്യം ആവശ്യമാണ്. ചിലപ്പോൾ സത്യം പറയുന്നത് എളുപ്പമല്ല. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി സ്വന്തം തത്വങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്ന വ്യക്തിക്ക് സ്വന്തം അഭിമാനം വരെ നഷ്ടപ്പെടാം. പരിഹാസവും വിമർശനവും എതിർപ്പും ഉണ്ടായേക്കാം. എന്നാൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, വിശ്വസ്തരായിരിക്കുക. ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് ഏറ്റവും വലിയ വിജയം. യേശുവിന്റെ വാഗ്ദാനം അതിമഹത്തായതാണ്. ഈ വചനത്തിൽ യേശു പറയുന്നു, എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഇത് വിശ്വാസികൾക്ക് നൽകിയ അതിമനോഹരമായ ഒരു വാഗ്ദാനമാണ്. ഈ ലോകത്തിൽ നാം യേശുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നിത്യരാജ്യത്തിൽ യേശു നമ്മെ സ്വന്തമായി അംഗീകരിക്കുമെന്ന് അവൻ ഉറപ്പ് നൽകുന്നു. അതിലും വലിയ ബഹുമതി മറ്റൊന്നുമില്ല. എല്ലാ ദിവസവും ക്രിസ്തുവിന്റെ സാക്ഷികളാകാം. നമ്മൾ എല്ലാവരും പ്രാസംഗികരാകണമെന്നില്ല, എന്നാൽ എല്ലാവർക്കും ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ കഴിയും. ഒരു നല്ല വാക്കിലൂടെ, ഒരു സഹായത്തിലൂടെ, ഒരു ക്ഷമയിലൂടെ, ഒരു സ്നേഹപ്രവൃത്തിയിലൂടെ, ഒരു നീതിപൂർണ്ണ തീരുമാനത്തിലൂടെ നമ്മുടെ ജീവിതം യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാം. ധൈര്യത്തോടെ ഏറ്റുപറയുക. വിജയവും അംഗീകാരവും നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും. ഇന്ന് നമുക്ക് ഒന്ന് സ്വയം വിലയിരുത്താം. എൻ്റെ ജീവിതം യേശുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? മനുഷ്യരെക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണോ ഞാൻ ചെയ്യുന്നത്? ദൈനംദിന ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണോ? നമുക്ക് ഭയമില്ലാതെ യേശുവിനെ പിന്തുടരാം. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ജീവിതത്തിലൂടെയും അവൻ്റെ സ്നേഹം ലോകത്തോട് പങ്കുവയ്ക്കാം. കർത്താവ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ധൈര്യത്തോടെ അവൻ്റെ സാക്ഷികളായി ജീവിക്കാനും നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. ആമേൻ.